നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ 17ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് ആരംഭിച്ചു. തീവണ്ടികളിലെ തർക്കങ്ങളിൽ അടിയന്തര ഇടപെടലിന് കൺട്രോൾ റൂം ആരംഭിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. കേരള ബോധവൽക്കരണ പരിപാടി കോഴിക്കോട്ട്. കോഴിക്കോട് കോർപ്പറേഷനെതിരെയുള്ള BJPയുടെ സമരപരിപാടികൾക്ക് തുടക്കം. കോഴിക്കോട് സെൻട്രൽ മത്സ്യ മാർക്കറ്റിന്റെ നവീകരണത്തിന് ഭരണാനുമതി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കേരള ഘടകത്തിന്റെ 17ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് ആരംഭിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായ തുടർ വിദ്യാഭ്യാസ പരിപാടി മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിൽ വ്യായാമങ്ങൾക്കുള്ള പങ്ക്, തലച്ചോറിന് ക്ഷതം വന്ന രോഗികൾക്കുള്ള നൂതന പുനരധിവാസ ചികിത്സകൾ, വിഭിന്നശേഷിക്കാർക്കുള്ള ദൈനംദിന ജീവിത വ്യവഹാരങ്ങളെ സുഗമമാക്കുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യകൾ, സന്ധിരോഗ പുനരധിവാസത്തിലെ പുതിയ മാറ്റങ്ങൾ, ക്യാൻസർ രോഗികളിലെ പുനരധിവാസ ചികിത്സ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ തുടർ വിദ്യാഭ്യാസ പരിപാടിയിൽ വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കായുള്ള ക്വിസ് മത്സരവും തുടർ വിദ്യാഭ്യാസ പരിപാടിയിൽ നടന്നു. തുടർ വിദ്യാഭ്യാസ പരിപാടി മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. The advancing branch of medicine will be beneficial for the people of Kerala. In other states, they have physiotherapy colleges by the government, but unfortunately in Kerala we don't have. I don't want to enter into the reasons. You all know very well what it is. At the same time, I do promise you that if you need any kind of help in your PMR department, within my limits, I'll try my best. So Dr. Muralidharan was, asking me to help him in the development of PMR department. That I'm sure I promise that I would do to the best of my ability as a mayor. IAPMR സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ മുരളീധരൻ PC അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അശോകൻ N സുവനീർ പ്രകാശനം ചെയ്തു. ഫിസിക്കൽ മെഡിസിൻ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് മുതിർന്ന ഫിസിയാട്രിസ്റ്റുകളായ ഡോക്ടർ രഘോത്തമൻ, ഡോക്ടർ ഗീത എന്നിവരെ സമ്മേളനത്തിൽ മേയർ ആദരിച്ചു. ഡോക്ടർ ഹരിഹരൻ, ഡോക്ടർ ജോർജ് ജോസഫ്, ഡോക്ടർ ശങ്കർ മഹാദേവൻ, ഡോക്ടർ റോയ് R ചന്ദ്രൻ, VT സുധീര, ഡോക്ടർ സജിന റോയ്, ഡോക്ടർ ഷീജിത്ത് K എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ററ ബോധവൽക്കരണ പരിപാടി കോഴിക്കോട്ട് നടന്നു. ററ പ്രതിനിധികളും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാരും ഉപഭോക്താക്കളും പങ്കെടുത്തു. ഫ്ളാറ്റ്, വില്ല, പ്ലോട്ട് ഡെവലപ്പർമാർ, ഉപഭോക്താക്കൾ എന്നിവർക്കായാണ് ററയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ബിൽഡേഴ്സിനും പ്ലോട്ട് ഡെവലപ്പേഴ്സിനുമായി നടത്തിയ സെഷനിൽ ററ ചെയർമാൻ PH കുര്യൻ IAS റിട്ടയർഡ്, കേരള മെമ്പർ അഡ്വക്കേറ്റ് പ്രീത P മേനോൻ, റിട്ടയർഡ് DGP ഡോക്ടർ B സന്ധ്യ IPS എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ഒരു പ്രാക്ടീസ് അനുസരിച്ച് ഡെവലപ്പ് ചെയ്ത പ്ലോട്ട് ഒറ്റ ആധാരത്തിൽ എഴുതി വാങ്ങുന്ന ഒരു പതിവാണുള്ളത്. അപ്പൊ ഈ ലോയ്ക്കകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഫ്ലാറ്റ് വാങ്ങുന്ന പോലെ തന്നെ അഡ്വാൻസ് ആദ്യം മുതലേ കൊടുത്ത് തീർന്നിട്ട് ഡീഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ലോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് ആ നിയമം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് അനുസരിച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ല. ആളുകൾ ഇപ്പോഴും ആ കാര്യത്തിൽ അവെയറാണ്. അപ്പൊ അതിനകത്തുള്ള ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ അത് കൃത്യമായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഭൂമിക്ക് വില കുറയുന്നു, ഭൂമി വാങ്ങാൻ ബൾക്കായിട്ട് വാങ്ങാൻ ആളുമില്ല. കൃഷി കംപ്ലീറ്റ് പോയി, ആളുകൾ കുറെ പേരൊക്കെ വിദേശത്തും പോയി,
മറ്റുള്ളവർ ടൗണിലേക്ക് താമസമാക്കി മക്കളും വിദേശത്ത് പോയി കഴിയുമ്പോൾ നാട്ടിൻപുറങ്ങളിൽ ഭൂമി ഇഷ്ടം പോലെ ഫ്രീ ആയി കിടക്കുക. അപ്പൊ അത് വീടുകൾക്കായിട്ട് മാറ്റുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഫ്ലാറ്റോ പ്ലോട്ടോ അല്ല വില്ലയോ ഒക്കെ ആക്കി മാറ്റുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്കിപ്പോൾ ഒരു 3 ഏക്കർ സ്ഥലമുണ്ട്. അത് വിൽക്കാനായിട്ട് ഗ്രാമത്തിൽ ഇപ്പോൾ കോഴിക്കോട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്ററോ 20 കിലോമീറ്റർ സബർബൻ ഏരിയയിൽ ഞാനിത് വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോബഡി ടു ബൈ ഇറ്റ് ഇൻ ബൾക്ക്. അതേ ഭൂമിക്ക് നല്ല വിലയുണ്ട്. 1 ഏക്കറിന് 1 കോടിയാണെങ്കിൽ 3 ഏക്കർ 3 കോടി രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാനാ ഇതിനകത്ത്? കേരള സെക്രട്ടറി സി വിനോദ് കുമാർ, JSR ഡീഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഡയറക്ടർ അഡ്വക്കേറ്റ് ജലീൽ ഓണത്ത് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തീവണ്ടികളിലെ തർക്കങ്ങളിൽ അടിയന്തര ഇടപെടലിന് കൺട്രോൾ റൂം ആരംഭിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. മസ്കറ്റിൽ മരണപ്പെട്ട നമ്പി രാജേഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും റെയിൽവേയുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിയ സെമിനാർ ആവശ്യപ്പെട്ടു. തീവണ്ടികളിലെ മുൻകാലങ്ങളിലില്ലാത്ത വിധം അതിക്രമങ്ങളും കയ്യേറ്റങ്ങളും ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ വർദ്ധിച്ചു വരികയാണെന്നും അടിയന്തര ഇടപെടലിന് ജംഗ്ഷൻ തല കൺട്രോൾ റൂം ആരംഭിക്കണമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് മിന്നൽ സമരം മൂലം യാത്ര മുടങ്ങിയ രാജേഷിന്റെ കുടുംബത്തിന് തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്നും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യാത്രക്കാരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന സെമിനാർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് റെയിൽവേ അധികാരികൾക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റിനും നിവേദനം നൽകിയതായും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് വർക്കിംഗ് ചെയർമാൻ ഷെവലിയർ സി ചാക്കുണ്ണി പറഞ്ഞു. റെയിൽവേ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി AC കോച്ചുകൾ വർദ്ധിപ്പിക്കുകയും സ്ലീപ്പർ കോച്ച് സാധാരണക്കാരന് ആവശ്യം സ്ലീപ്പർ കോച്ചുകളും ജനറൽ കോച്ച് വെട്ടിക്കുറയ്ക്കുകയും ദൂര യാത്രക്കാർക്ക് പാസഞ്ചറോ വേണ്ടത്ര മെമ്മൂല്ലാത്തതിന്റെ പേര് അവര് റിസർവ് കമ്പാർട്ട്മെന്റ് കയറാൻ നിർബന്ധം ചെയ്തതിന്റെ ഓവർ കിടപ്പാനതിന്റെ പ്രകാരം എല്ലാവരും പരിഹാരം കാണാൻ വേണ്ടി എല്ലാ സംഘടനകളും യോജിച്ച് അടുത്ത ദിവസം യോഗം വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. റെയിൽവേയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി AC കോച്ചുകൾ കൂട്ടാൻ സാധാരണക്കാർ ആശ്രയിക്കുന്ന സ്ലീപ്പർ ജനറൽ കോച്ചുകൾ കുറച്ചത് മൂലമുള്ള അമിത നിരക്കാണ് തർക്കങ്ങൾ വർദ്ധിക്കാൻ കാരണമായതെന്നും സെമിനാർ വിലയിരുത്തി. സെമിനാർ MDC രക്ഷാധികാരി A ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ കൺവീനർ സൺഷൈൻ ഷൊർണൂർ മോഡറേറ്ററായിരുന്നു. കേരള റീജിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, സെക്രട്ടറി PI അജയൻ, കൺവീനർ TP വാസു, ഡോക്ടർ അഖിൽ R കൃഷ്ണൻ, N സത്യൻ, C ഹൈദരലി, KP ബേബി, RV സതി തുടങ്ങിയവർ സംസാരിച്ചു. CC മനോജ്, CV ജോസി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നെല്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല് ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണൽ വീട് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കോർപ്പറേഷനെതിരെയുള്ള BJPയുടെ സമരപരിപാടികൾക്ക് നടക്കാവ് മണ്ഡലത്തിൽ തുടക്കമായി. തോപ്പയിൽ 67-ാം വാർഡിൽ വികസന മുരടിപ്പിനെതിരെ BJP വെസ്റ്റ് ഹിൽ ശ്മശാന പരിസരത്ത് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തോപ്പയിൽ വാർഡിലെ വീടുകളിൽ വെള്ളം കയറുന്നതിന് പരിഹാരം കാണുക, അങ്കണവാടികൾക്ക് സ്ഥിരം കെട്ടിടം അനുവദിക്കുക, കോന്നാട് കാമ്പുറം പ്രദേശങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുക, ശ്മശാനത്തിന്റെയും റോഡുകളുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ സമരത്തിന് തുടക്കം കുറിച്ചത്. BJP സംസ്ഥാന സമിതി അംഗം TP സുരേഷ് ഉദ്ഘാടനം ചെയ്തു.
അതേപോലെ തന്നെ കോർപ്പറേഷന്റെയും അതേപോലെ ആരോഗ്യ വകുപ്പിന്റെയും എല്ലാം സഹായത്തോടുകൂടി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് നേതൃത്വം നൽകേണ്ടുന്ന കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറായിട്ടുള്ള ഈ ഡിവിഷനിലെ കൗൺസിലറെ കാണാൻ വേണ്ടി ജനങ്ങൾക്ക് കിട്ടുന്നില്ല. അതിന് നേതൃത്വം നൽകാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളമാണ് ആരോഗ്യരംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. എല്ലാത്തിനും കേരളമാണ് എന്നാ പറയുന്നത്. ഇങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ എല്ലാ മേഖലയിലും തകർത്തെറിഞ്ഞുകൊണ്ട് കേരളത്തിന്റെ സുസ്ഥിരമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിയെ, ആരോഗ്യ മേഖലയെ, അതേപോലെയുള്ള എല്ലാ മേഖലയെയും തകർത്തെറിഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും മരുമകനും ഭാര്യയും അതേപോലെ മകളും എല്ലാം സിംഗപ്പൂരിലേക്കും അതേപോലെ തന്നെ മലേഷ്യയിലേക്കും ഇന്തോനേഷ്യയിലേക്കും ഗൾഫ് നാടുകളിലേക്കും യാത്ര നടത്തിക്കൊണ്ട് അവിടെ സുഖവാസത്തിന് പോയിരിക്കുകയാണ് എന്ന് പറയുന്നത്. 78ാമത്തെ വയസ്സിലാണ് ഈ പിണറായി വിജയനും കമലയും കൂടി ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോയിട്ടുള്ളത്. BJP നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് കെ ഷൈബു സമരപ്രഖ്യാപനം നടത്തി. സമരങ്ങളുടെ ഭാഗമായി മെയ് 26-ന് കാമ്പുറം വെള്ളരിത്തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തി മലിനജലം കെട്ടിക്കിടക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചൂൽ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. പ്രതിഷേധ പരിപാടിയിൽ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ NP പ്രകാശൻ, പ്രവീൺ തളിയിൽ, ഏരിയ ജനറൽ സെക്രട്ടറി മാലിനി സന്തോഷ്, വൈസ് പ്രസിഡന്റുമാരായ TP സജീവ് പ്രസാദ്, സോയ അനീഷ്, റൂബി പ്രകാശൻ, T പ്രജോഷ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോർപ്പറേഷൻ 50ാം ഡിവിഷനിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കരുതൽ ശില്പശാല നടന്നു. സ്ഥിരം സമിതി അധ്യക്ഷ കെ കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ പങ്കെടുത്തു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ 50ാം ഡിവിഷൻ നടുവട്ടത്ത് പനി മരണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിനും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കുന്നതിനും വേണ്ടി കരുതൽ ശില്പശാല സംഘടിപ്പിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ നഗരാസൂത്രണ സ്ഥിരം സമിതി അധ്യക്ഷ കെ കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു വർഷത്തോട് കൂടിയിട്ട് നമുക്ക് ഓപ്പൺ ഡ്രെയിനേജ് ഇല്ലാത്ത ഒരു വാർഡായിട്ട് നമ്മൾ മാറും. അതിപ്പോൾ 95% നമ്മൾ പണി തീർന്നു തുടങ്ങി. ഇനി ഒരു 5% മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. അതോടൊപ്പം നമുക്ക് പ്രൈവറ്റ് സ്ഥലങ്ങളുണ്ട്, ചളിയും വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന, അവിടെ നമുക്ക് സ്പ്രേയിങ്ങോ ഫോഗിങ്ങോ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഷെഡ്യൂള് നമ്മളിപ്പോൾ ഈ ഇതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഞാൻ പറയും. അതുകൂടാതെ നമുക്ക് വീടുകളാണ്, പൊതുസ്ഥലം റോഡുകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീടുകളാണ്. വീടും പരിസരവും സർവേ ചെയ്യാനായിട്ട് നമ്മളൊരു ടീമിനെ ഏർപ്പെടുത്തുക. സാധാരണ ആശാ വർക്കേഴ്സാണ് അത് ചെയ്യുന്നത്, മതിയായ ആശാ വർക്കേഴ്സ് ഇല്ല. അപ്പോൾ ആ ഒരു രീതിയിലാണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ ഇറങ്ങിയാൽ, ആശ വരട്ടെ, അല്ലെങ്കിൽ അംഗൻവാടി ടീച്ചർ വരട്ടെ, അല്ലെങ്കിൽ ഹെൽത്തിൽ നിന്ന് വേറെ ആരെയും വന്നിട്ട് എന്റെ മുറ്റത്തെ ചിരട്ട കമിഴ്ത്തട്ടെ, അല്ലെങ്കിൽ മുട്ടത്തോട് പൊട്ടിച്ച് കളയട്ടെ എന്നൊന്നും ആരും കരുതണ്ട. ഓരോരുത്തരും ആരോഗ്യ പ്രവർത്തകരാകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ, അതായത് അതിലാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. കോർപ്പറേഷൻ ബേപ്പൂർ സോണൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജീവൻ ലാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി വിഭാഗം ഡോക്ടർ ശ്രീനാഥ്, കോഴിക്കോട് DV സെൽ റിസോഴ്സ് പേഴ്സൺ റിയാസ് എന്നിവർ വിവിധ സെഷനുകളിലായി ക്ലാസ് നയിച്ചു. ബേപ്പൂർ ഫാമിലി ഹെൽത്ത് സെന്റർ ഡോക്ടർ കൃഷ്ണേന്ദു, ഡിവിഷൻ കൺവീനർ KC അനൂപ്, നടുവട്ടം UP സ്കൂൾ പ്രധാനാധ്യാപകനായ മനോജ് കുമാർ, CDS ചെയർപേഴ്സൺ ഫാത്തിമ സുഹറ, BR സുനിത നായർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജ്കുമാർ, അഴക് കോർഡിനേറ്റർ T അഹമ്മദ് കബീർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി ഊർജ്ജ കിരൺ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വേനൽക്കാലത്തെ ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതായിരുന്നു പരിപാടി. തോട്ടത്തിലെ രവീന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന വൈദ്യുതി ബോർഡ്, എനർജി മാനേജ്മെന്റ് സെന്റർ കേരള, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്നിവയുടെ നേതൃത്വത്തിൽ അത്താണിക്കൽ പ്രോഗ്രസീവ് ഗ്രന്ഥാലയവുമായി സഹകരിച്ച് കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി ഊർജ്ജ കിരൺ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പ്രോഗ്രസീവ് ഗ്രന്ഥശാലയിൽ നടന്ന വേനൽക്കാല ഊർജ്ജ സംരക്ഷണ പ്രചാരണം തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. 90% എണ്ണ മുഴുവൻ നമ്മൾ പുറത്തു പോയിട്ട് നമ്മളുടെ കാര്യങ്ങളാണ്. അതുപോലെ അതുണ്ടാക്കി വെക്കുന്ന ഒരു ദ്രോഹം ചെറുതാണ്. എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ അത്ര വ്യാപകമായിട്ടുള്ള പ്രധാന കാരണമാണ് അന്തരീക്ഷ മലിനീകരണം. അത് ഈ വാഹനങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരു ചെറിയ തോതിലല്ല. പലപ്പോഴും എല്ലാ വീട്ടിലും എന്തെങ്കിലും വാഹനമില്ലാത്ത ആരും ഉണ്ടാവില്ല. ഒരു വീട്ടിലൊന്നും കേരളത്തിലും ഉണ്ടാവില്ല. ഉറപ്പാണ്. ഇപ്പോൾ 2 വീലറൊന്നും ഇല്ലാത്തൊരു വീട് നമ്മൾ എവിടെയെങ്കിലും ഉണ്ടാവും. 72ാം വാർഡ് കൗൺസിലർ MK മഹേഷ് അധ്യക്ഷനായി.
കോഴിക്കോട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി സുരേഷ് ബാബു, KSEB വെസ്റ്റ് ഹിൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രജനി പി നായർ, നെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP മോഹൻദാസ്, ലൈബ്രറി പ്രസിഡന്റ് K പവിത്രൻ, സെക്രട്ടറി I ദിനേശൻ എന്നിവർ പ്രസംഗിച്ചു. എന്താണ് ഊർജ പ്രതിസന്ധി, എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയത്തിൽ വടകര നോർത്ത് ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ D ദിബിൻ ദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ആശ ശശാങ്കൻ, ADS ചെയർപേഴ്സൺ T സജിത എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കോർപ്പറേഷൻ നോർത്ത് CDS മെമ്പർ PR ഷിജു സ്വാഗതവും ദർശനം പരിസ്ഥിതി വേദി കൺവീനർ P ബാബുദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നെല്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല് ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണർ വീട് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മൂക്കുപൊത്തി പോകേണ്ട അവസ്ഥയിൽ നിന്നും കോഴിക്കോട് സെൻട്രൽ മത്സ്യ മാർക്കറ്റ് മാറുന്നു. സെൻട്രൽ മാർക്കറ്റ് നവീകരണത്തിന് ഭരണാനുമതിയായി. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി 6 മാസത്തിനുള്ളിൽ പ്രവൃത്തികൾ ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാന ഫിഷറീസ് വകുപ്പാണ് 55 കോടി രൂപ ചെലവഴിച്ച് സെൻട്രൽ മാർക്കറ്റ് നവീകരിക്കുന്നത്. സാങ്കേതിക അനുമതി ലഭിക്കുന്നതോടെ ടെൻഡർ നടപടികളിലേക്ക് കടക്കാനാകും. 6 മാസത്തിനകം പ്രവൃത്തി തുടങ്ങാമെന്ന പ്രതീക്ഷയിലാണ് കോർപ്പറേഷൻ അധികൃതർ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിക്കുന്ന മുറയ്ക്ക് മാർക്കറ്റിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കും. നിലവിലുള്ള മാർക്കറ്റ് ഇവിടെ തന്നെ നിലനിർത്തി ഘട്ടം ഘട്ടമായി നിർമ്മാണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ സെൻട്രൽ മാർക്കറ്റിലുള്ള മുഴുവൻ കച്ചവടക്കാർക്കും ഇവിടെ കച്ചവടം തുടരാനാകും. പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ടെൻഡർ നടപടികൾക്ക് ശേഷം കച്ചവടക്കാരുമായി കോർപ്പറേഷൻ അധികൃതർ യോഗം നടത്തും. സെൻട്രൽ മാർക്കറ്റിന്റെ നിലവിലുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാതെ എങ്ങനെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാനാകുമെന്നത് സംബന്ധിച്ച് പരിശോധിക്കാനായി കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. മത്സ്യത്തിന്റെ ഗന്ധം പുറത്തേക്ക് വ്യാപിക്കാത്ത നിലയിലായിരിക്കും നിർമ്മാണം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാടിനെയും പരിസ്ഥിതിയെയും വീണ്ടെടുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് കുറച്ചു ചെറുപ്പക്കാർ. കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ സ്കൂളിലെ പരിസ്ഥിതി കൂട്ടായ്മയിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് മുത്തങ്ങ കാടുകളിൽ മഞ്ഞക്കൊന്നയുടെ നിർമ്മാർജ്ജനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിൽ നിന്ന് വയനാട് കാണാനെത്തിയ സംഘത്തിന്റെ പ്രകൃതിയോടുള്ള കരുതലാണ് ഇന്ന് മുത്തങ്ങ കാടുകളിലെ മഞ്ഞക്കൊന്നയുടെ നിർമ്മാർജ്ജന ദൗത്യത്തിന് പ്രേരണയായിരിക്കുന്നത്. അന്നു കണ്ട മഞ്ഞക്കൊന്ന അഥവാ രാക്ഷസക്കൊന്നയുടെ ചെറുനാമ്പുകൾ ഇന്ന് കാടിനും വന്യജീവികൾക്കും ഒരുപോലെ ഭീഷണിയായി വളർന്നിരിക്കുന്നു. തനത് സസ്യങ്ങളുടെ വളർച്ചാ സാഹചര്യം ഈ അധിനിവേശ സസ്യം നശിപ്പിക്കുമെന്നതിനാൽ മൃഗങ്ങൾ പലതും പട്ടിണിയാവുകയാണ്. ഇതാണ് അവ കാടിറങ്ങാനുള്ള ഒരു കാരണമെന്ന് കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ പൃഥ്വി റൂട്ടിന്റെ സെക്രട്ടറിയും CWRDMലെ ഗവേഷകയുമായ സുഗമ്യ P പറഞ്ഞു. ഇതിന്റെ പോപ്പുലേഷൻ കൂടിയത് കൊണ്ട് ഇതിന് ചുറ്റുമുള്ള വേറൊരു ചെടിക്കോ മരത്തിനോ ഒന്നിനും വളരാൻ പറ്റുന്നില്ല. മാത്രമല്ല ചെറിയ പുല്ല് പോലുള്ള സസ്യങ്ങൾ മൊത്തത്തിലായിട്ട് ഇവിടുന്ന് വാനിഷ് ചെയ്തു പോവാണ്. അത് കാരണം കൊണ്ട് അത് കഴിക്കുന്ന മൃഗങ്ങളും ഇതുപോലെ തന്നെ പട്ടിണി അടക്കാം. അപ്പൊ നമ്മൾ ഫോറസ്റ്റിൽ പോവുകയാണെങ്കിൽ വളരെ ചുരുക്കമായിട്ടേ നമുക്ക് അവിടെ മൃഗങ്ങളെ പോലും കാണാൻ പറ്റുന്നുള്ളൂ. ആ മൃഗങ്ങൾ തന്നെ വളരെ ശോഷിച്ച് ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു സമയത്തൊക്കെ നമുക്ക് മുത്തങ്ങ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുക. മുത്തങ്ങാക്കാട്ടിൽ 1400 ഹെക്ടറോളം ഭൂമിയിൽ ഇപ്പോൾ മഞ്ഞക്കൊന്ന വ്യാപിച്ചു കിടക്കുന്നുണ്ട്. കൂട്ടായ്മയിലെ ചെറുപ്പക്കാർ 7 ആഴ്ചയായി ശനി ഞായർ ദിവസങ്ങളിൽ മുത്തങ്ങയിലേക്ക് അവയുടെ നിർമ്മാർജ്ജന ദൗത്യത്തിന് ഏർപ്പെട്ടിരിക്കുകയാണ്. 2 ടീമായിട്ട് മാറിയിട്ട് ഒരു ടീം 1 മീറ്റർ ഉയരത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് ഈ തെന്നയുടെ തൊലി റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടീം അതിനനുസരിച്ചിട്ട് വേരുഭാഗത്തായിട്ട് സൂര്യപ്രകാശം തട്ടാത്ത രീതിയിൽ മണ്ണ് ഇട്ട് മൂടുകയാണ്.
അതായത് യാതൊരു വിധത്തിലും മണ്ണും വെള്ളമൊന്നും ഇതിന് പാടില്ലാത്തതാണ്. അപ്പം പിന്നീട് വരികയാണെങ്കിൽ പിന്നെയും വളരാനുള്ള ശേഷി വളരെയധികം കൂടുതലാണ്. അപ്പം വളരെ കെയർഫുൾ ആയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 25ഓളം പേർ വരുന്ന സംഘം മഞ്ഞക്കൊന്നയുടെ വേര് അറുക്കുക മാത്രമല്ല അവയെ പൂർണ്ണമായും നശിപ്പിച്ച ശേഷമാണ് ഇവിടെ നിന്ന് പോവുക. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 800ഓളം മരങ്ങൾ നശിപ്പിച്ചതായി സുഗമ്യ പറഞ്ഞു. മറ്റു സസ്യങ്ങൾക്കാകെ ഭീഷണിയായ തരത്തിൽ വളർന്നുവരുന്ന ഈ സസ്യം സെൻട്രൽ അമേരിക്കയിൽ നിന്ന് വന്നതാണെന്ന് കരുതുന്നു. നിരത്തുവയ്ക്കുകൾ വനവത്കരിക്കുന്നതിന്റെ ഭാഗമായി അബദ്ധത്തിൽ മഞ്ഞക്കൊന്നയും വളർത്തിയതാവാം എന്നാണ് നിഗമനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദുബായ് അറേബ്യൻ ട്രാവൽ മാർട്ട് 2024 ദുബായ് വേൾഡ് സെന്ററിൽ നടന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ട്രാവൽ ടൂറിസം മേളയായ അറേബ്യൻ ട്രാവൽ മാർട്ടിൽ 10,000-ലേറെ പ്രതിനിധികൾ പങ്കെടുത്തു. ഇന്ത്യൻ പവലിയനിൽ നടന്ന ചടങ്ങിൽ ആയുർവേദ ഹബ് അറ്റ് കേരള, ടൂറിസം പ്രൊമോഷൻ ലോഞ്ചിംഗ് അറ്റ് ATM, ഇന്ത്യൻ ഗവൺമെന്റ് കൗൺസിലേറ്റ് ജനറൽ ബഹുമാനപ്പെട്ട ശ്രീ സതീഷ് കുമാർ ശിവൻ നിർവഹിച്ചു. ഇന്ത്യ ടൂറിസം ഡയറക്ടർ ശ്രീമതി ജ്യുതിക, അസിസ്റ്റന്റ് ഡയറക്ടർ അരുൺ ശ്രീവാസ്തവ, ഇന്ത്യൻ ട്രാവൽ ടൂറിസം ട്രേഡ് അസോസിയേഷൻ പ്രസിഡന്റ് അഷ്റഫ് വെള്ളങ്ങൽ വളാഞ്ചേരി, KTM സൊസൈറ്റി മുൻ പ്രസിഡന്റ് ശ്രീ EM നജീബ് ഗ്രേറ്റ് ഇന്ത്യ, ശ്രീ സഹീർ നജീബ് ATE, റവീസ് ലീല ഗ്രൂപ്പ് ഡയറക്ടർ ശ്രീ ശരത് മഠത്തിൽ, റഷീദ് ഗ്രേസ് GTM, ട്രാവൽ ടൂറിസം രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ആയുർവേദ ചികിത്സാ കാര്യങ്ങൾ കൂടുതൽ അറബ് പൗരന്മാരിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടർ ആലിക്കുട്ടീസ് കോട്ടയ്ക്കൽ ആയുർവേദ KAMH അറബിക് ബ്രോഷർ പ്രകാശനം ഇന്ത്യ ടൂറിസം ഡയറക്ടർ ശ്രീമതി ജ്യുതിക, ജോയിന്റ് ഡയറക്ടർ അരുൺ ശ്രീവാസ്തവ എന്നിവർ ചേർന്ന് റിലീസ് ചെയ്തുകൊണ്ട് ഗൾഫ് മാർക്കറ്റിംഗ് ഹെഡ് അഷ്റഫ് വെള്ളങ്ങൽ വളാഞ്ചേരി, KAMH ഡയറക്ടർമാരായ ഡോക്ടർ റിക്കാസ് ഗഫൂർ, മിസിസ് ഗഫൂർ എന്നിവർക്ക് നൽകി ലോഞ്ച് ചെയ്തു. അറബ് ട്രാവലേഴ്സ് ഇന്ത്യയിലേക്ക് ചികിത്സയ്ക്കും ബിസിനസ് ടൂറുകൾക്ക് യാത്ര ചെയ്യുന്നതിനെ കൂടുതൽ സൗകര്യപ്രദമാക്കുന്നതിന് അറബിക് ടൂർ പാക്കേജ് ബ്രോഷർ ഗ്രീൻ ഹോപ്പർ ഹോളിഡേയ്സ് ബ്രോഷർ പ്രകാശനം ഇന്ത്യ ടൂറിസം ഡയറക്ടർ ജ്യുതിക, വൈസർ ഗയാൻ ഭൂഷൺ, അരുൺ ശ്രീവാസ്തവ എന്നിവർ അറബ് ടൂറിസം ടു ഇന്ത്യ പ്രൊമോട്ടേഴ്സ് ഡയറക്ടർ അഷ്റഫ് വെള്ളങ്ങൽ വളാഞ്ചേരി, ഗ്രീൻ ഹോപ്പർ ഹോളിഡേയ്സ് സയ്യദ് ഉമ്മർ അലി തങ്ങൾ കോട്ടയ്ക്കൽ എന്നിവർക്ക് നൽകി ലോഞ്ച് ചെയ്തു. GBH ഹോളിഡേയ്സ് ടൂറിസം പ്രൊമോഷൻ ബ്രോഷർ നാറ്റ ഗോൾഡ് മെഡൽ അധികൃതരായ നിസാർ അബ്ദുൾ പ്രകാശനം ചെയ്തു. സക്കരിയ, അഷ്റഫ്, സയ്യിദ് എന്നിവർ സംബന്ധിച്ചു. സക്കരിയ അബ്ദുൽ മനാഫ്, മുഹമ്മദ് ഇക്ബാൽ, ബാബു, നാസർ ഹമീദ്, ഷറഫു അഷ്റഫ്, ബിജു നായർ ലുലു, ഫെർണാണ്ടസ് എന്നിവർ ഇന്ത്യ ടൂറിസം പ്രൊമോഷൻ ക്യാമ്പയിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. വ്യത്യസ്ത മേഖലകളിലെ സംരംഭകരുമായി ഇടപഴകാനും നിക്ഷേപകരെ കണ്ടെത്താനും വളർച്ചാ വഴികൾ പരസ്പരം പങ്കുവയ്ക്കാനും ലക്ഷ്യമാക്കി റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഗാ ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിക്കും. മെയ് 21-നും 22-നും കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് പരിപാടി നടക്കുക. ബിസിനസ് പരിശീലന ക്ലാസ് മുതൽ ബിസിനസ്സുകാരുമായി നെറ്റ്വർക്കിംഗ് നടത്താനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഉൾപ്പെടെയുള്ള സെഷനുകൾ മീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിസിനസ് രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2022-ൽ 100 റഫി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് റെക്കോർഡ് സൃഷ്ടിച്ച അഷറഫ് അതേ റെക്കോർഡ് ഭേദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളിയായി പ്രവർത്തിക്കുന്ന അഷറഫ് നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ കൂടിയാണ്. മെയ് 21-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന യാദോം കി ഭാരത് എന്ന പരിപാടിയിൽ ഷാഫി പറമ്പിൽ MLA, ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് എന്നിവരും സന്നിഹിതരാകുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ TPM ഹാഷിർ അലി, PT സുബൈർ, R ജയന്തകുമാർ തുടങ്ങിയവർ പറഞ്ഞു. ഡിഫൻസ് ലാൻഡ് ഇന്റർനാഷണൽ മാർഷൽ ആർട്സ് അക്കാദമി അത്താണിക്കൽ കോഴിക്കോട് സംഘടിപ്പിക്കുന്ന 2ാമത് മറ്റ സുഷിമ ക്യോക്കുഷിൻ നാഷണൽ ലെവൽ കരാട്ടെ ടൂർണമെന്റ് മെയ് 19-ന് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. കേരളം, തമിഴ്നാട്, കർണാടക, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മത്സരാർത്ഥികൾ പങ്കെടുക്കും. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് O രാജഗോപാൽ ഉദ്ഘാടനം ചെയ്യും. സെൻസൈ സാജ് നാലകത്ത്, അനസ് യൂനുസ്, ഹേമന്ത്, നെബ മറിയം, ബിജീഷ് തുടങ്ങിയവർ മത്സര പരിപാടികൾക്ക് നേതൃത്വം നൽകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ 17ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് ആരംഭിച്ചു.
തീവണ്ടികളിലെ തർക്കങ്ങളിൽ അടിയന്തര ഇടപെടലിന് കൺട്രോൾ റൂം ആരംഭിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. കേരള ബോധവൽക്കരണ പരിപാടി കോഴിക്കോട്ട്. കോഴിക്കോട് കോർപ്പറേഷനെതിരെയുള്ള BJPയുടെ സമരപരിപാടികൾക്ക് തുടക്കം. കോഴിക്കോട് സെൻട്രൽ മത്സ്യ മാർക്കറ്റിന്റെ നവീകരണത്തിന് ഭരണാനുമതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.